ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഞാനീ പറയുന്ന ഒരു ഭാഗത്ത് നിങ്ങൾ പണം ഒന്ന് എണ്ണി നോക്കുക. കയ്യിൽ വെച്ച് ഞാനീ പറയുന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് വീടിനുള്ളിലിരുന്ന് പണം, നമ്മുടെ കയ്യിലൊക്കെ പണം ഇടയ്ക്ക് വരുമല്ലോ, ശമ്പളം കിട്ടുമ്പോഴും അല്ലാതെയൊക്കെ പണം കയ്യിൽ വരുമല്ലോ. ആ സമയത്ത് വെറുതെ ഈ പറയുന്ന സ്ഥാനത്ത് വീടിനുള്ളിൽ തന്നെ ഇരുന്ന് പണം ഈ പറയുന്ന ദിക്കിലേക്ക് നോക്കിയിരുന്നൊന്ന് എണ്ണി നോക്കുക. സാമ്പത്തികം വർദ്ധിച്ചു വരും. നിങ്ങൾ ചെയ്തു നോക്കുക. അത്ഭുതകരമായ കാര്യമാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് പറയുന്നുണ്ട്. അത് ഇതിൻ്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട രീതിയെല്ലാം പറയുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ സ്ഥാനത്ത് ഈ പണം കയ്യിൽ പിടിച്ച് എണ്ണുന്നവരും പണം വയ്ക്കുന്നവരും ഒക്കെ വലിയ സാമ്പത്തികം ഉണ്ടായി വന്നിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു കടയിൽ കയറി ചെന്നപ്പോൾ ഇപ്പോൾ അവർ ആ സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത്. ഞാൻ ചിലപ്പം ചില കടയിലൊക്കെ കയറുമ്പോൾ എനിക്ക് പറയണമെന്ന് ചിലർക്ക് പറഞ്ഞു കൊടുക്കും, അല്ലേ പറഞ്ഞു കൊടുക്കത്തില്ല, ഈ സ്ഥാനത്ത് പണം വെക്കുന്ന നല്ലതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ സാമ്പത്തികം വരുന്നുണ്ട്. അത് ഞാൻ കണ്ടു ബോധ്യപ്പെട്ടു. സാമ്പത്തികം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന കണ്ടു ബോധ്യപ്പെട്ട് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു. ഇത് വീടുകളിലും ചെയ്യാം. എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ട്, എല്ലാത്തിനുമുണ്ട്. ആ സ്ഥാനത്ത് പണവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനം വീട്ടിലുമുണ്ട്, ഒരു കടയാണെങ്കിൽ കടയിലുമുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇനിയും അതോടൊപ്പം തന്നെ ചില ആളുകൾ കല്യാണം നടക്കാത്ത ആളുകളുണ്ട്. അതുപോലെ കല്യാണം, ചിലപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞു പിന്നെ രണ്ടാമതൊരു കല്യാണത്തിന് ശ്രമിച്ചാലും നടക്കാത്തവരുണ്ട്. ഇനിയും രണ്ടാമതൊരു കല്യാണം ശരിയായി അതും തടസ്സപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. അല്ലെ കല്യാണം കഴിച്ച് മൊത്തം പ്രതിസന്ധി, പല ഒരു നല്ല രീതിയിൽ പോകാൻ പ്രതിസന്ധി ഉള്ളവരുണ്ട്. എല്ലാവർക്കും ഏറ്റുമാനൂരപ്പൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. പിന്നെ സാമ്പത്തികം ഒരു വലിയ രീതിയിൽ ഒരു ബിസിനസ്സൊക്കെ ഒരു തകരുന്ന അവസ്ഥയിലാണെങ്കിൽ കരകയറി വരാനും ഏറ്റുമാനൂരപ്പൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് കേസ്, അതുപോലെ ഡോക്യുമെൻ്റ് സംഭവം, പ്രമോഷൻ ശരിയാകുന്നില്ല, ഫയലുകൾ നീങ്ങുന്നില്ല, കേസ് സംബന്ധമായ കാര്യങ്ങൾ ഏറ്റുമാനൂരപ്പൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. പിന്നെ രാവിലെ കിടക്കപ്പായിരുന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു രഹസ്യ വിഷ്ണു മന്ത്രവും അത് ചെയ്യേണ്ട രീതിയും എല്ലാം പറഞ്ഞുതരാം. പിന്നെ ഈ ഗണപതിയുടെ ഒരു പ്രത്യേക രഹസ്യം പറഞ്ഞു തരുന്നുണ്ട്. അത് ചെയ്തവർക്കെല്ലാം അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ലളിതമായി ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യം ഞാൻ പറയാറുള്ളൂ. വലിയ പൈസ മുടക്കിയുള്ള കാര്യവും ഒന്നും ഞാൻ പറയാറില്ല. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം വിലപ്പെട്ട അറിവുകളായിരിക്കും. എനിക്ക് ഈ അറിവുകളെല്ലാം തരുന്നത് സാക്ഷാത് പരമേശ്വരനും പരമേശ്വരിയും എൻ്റെ ഗുരുക്കന്മാരുമാണ്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് ആദ്യം ഇത്രേ പറഞ്ഞത്. അല്ലാതെ വീഡിയോയിലൊന്നും മിസ്സ് ചെയ്യരുത്. മിസ്സ് ചെയ്തിട്ട് പിന്നെ എന്നോട് വാട്സപ്പിൽ ചോദിക്കരുത്. വീഡിയോ പറയുന്ന കാര്യങ്ങൾ അത് കേട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ട് മുഴുവൻ കാണണം. നിങ്ങൾക്ക് മിസ്സ് ചെയ്യരുത് ഒരു ഭാഗവും. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും, ചെയ്യുന്ന രീതി പറയും. ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്യണം. അതോടൊപ്പം നമ്മൾ ആവർത്തിക്കുകയും വേണം, സാധിക്കുന്ന പോലെ. പിന്നെ പ്രയത്നിക്കുകയും വേണം. അപ്പോഴേ ആ മാറ്റം വരുന്നത്. അത് ആദ്യമേ പറയും. അങ്ങനെ താല്പര്യമുള്ളവർ ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യേണ്ടെന്നേ പറയത്തുള്ളൂ. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഈ എടുത്ത വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല. ഞാൻ ഇന്നലെ വീഡിയോ ഇടാഞ്ഞൊരു കാര്യം, വർക്കുകൾ തീരുന്നില്ല, അതാണ് എൻ്റെ അടുത്ത കാര്യം. അപ്പം കുറേ തിരക്കാണ്, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ പോലും ഇടാഞ്ഞത്. അപ്പം അതാണ് സാഹചര്യം. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല, കാരണം തിരക്കിൽ തന്നെയാണ്. അതുകൊണ്ടാണ് വാട്സപ്പിൽ തന്നെ വർക്ക് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് എല്ലാ വീഡിയോയിലും പറയുന്നത്. ഇത് കേട്ടിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ വന്ന പോലെ ഞാനതിന് ഉത്തരവാദിയല്ല. അതുകൊണ്ടാണ് സത്യസന്ധമായിട്ട് കാര്യം പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി 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 എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ലത് വരട്ടെ, സിദ്ധമന്ത്രമാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അതിന് ഗുണം ഉണ്ടാകും, സംശയം വേണ്ട. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. വീടിനുള്ളിൽ പണത്തെ കൂടുതൽ ആക്ടിവേറ്റ് ആക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കി. നമ്മുടെ കയ്യിൽ പണം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അല്പം പണം ഉള്ളപ്പോൾ നമ്മൾ ഈ കാര്യം ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പ്രധാന ഹാളായിക്കോട്ടെ, പ്രധാന ഹാളോ അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്നത് ഒഴിച്ച് വേറെ ഏതെങ്കിലും മുറിയോ ആയിക്കോട്ടെ, ആ മുറിയിൽ തെക്കു പടിഞ്ഞാറേ മൂലയിൽ
പടിഞ്ഞാറോട്ടിരുന്ന് ഒരു കസേര ഇട്ടിരുന്ന് പടിഞ്ഞാറോട്ടിരുന്ന് പണം എണ്ണണം. സാമ്പത്തികം വർദ്ധിച്ചു വരും. ഞാൻ പറയുന്നത് സത്യമായുള്ള കാര്യമാണ്. അതായത് നിങ്ങളൊരു വീടിൻ്റെ പ്രധാന ഹാളായിക്കോട്ടെ, അല്ലെങ്കിൽ കിടപ്പുമുറി ഒഴിച്ച് വേറെ ഏത് മുറിയും ആയിക്കോട്ടെ, തെക്ക് പടിഞ്ഞാറൊരു മൂല കാണുമല്ലോ, ആ മൂലയിൽ പടിഞ്ഞാറോട്ട് നോക്കിയിരുന്ന് പടിഞ്ഞാറേ ഭിത്തിക്ക് അഭിമുഖമായിട്ടിരുന്ന് പണം എണ്ണണം. സാമ്പത്തികം വർദ്ധിച്ചു വരും. ഇനിയും ഒരു കടയാണെങ്കിൽ ആ ഭാഗത്തിരുന്ന് നിങ്ങൾക്ക് പണപ്പെട്ടി വയ്ക്കാം. നിങ്ങൾ പടിഞ്ഞാട്ടിരുന്ന് പണം അതിൻ്റെ അകത്ത് വയ്ക്കുക, എടുക്കാം, പണം വർദ്ധിച്ചു വരും. ചെയ്ത് നോക്കിക്കും വിശ്വാസത്തോടു കൂടി. അച്ചട്ടാണ് അത്. പിന്നെ നമ്മൾ ആ ഒരു വിശ്വാസം കൂടെ അതിൻ്റെ അകത്ത് വേണം. അപ്പം വീടിൻ്റെ ആയിക്കോട്ടെ, കടമുറി ആയിക്കോട്ടെ, വീടിൻ്റെ കടപ്പുമുറി ഒഴിച്ച് ബാക്കി ഏത് മുറിയിലും അതിൻ്റെ കന്നിമൂലയ്ക്ക് പടിഞ്ഞാട്ടെ ഭിത്തിയിലോട്ട് അഭിമുഖമായിട്ട് നോക്കി ഒരു കസേര ഇട്ടിരുന്ന് പണം എണ്ണുക. ഉള്ളത് മതി. ഇത് പറ്റുന്ന പലപ്പോഴും ചെയ്യണം. ഒരു തവണ ചെയ്യേണ്ട കാര്യമല്ല. പണം കയ്യിൽ കിട്ടുമ്പോഴൊക്കെ അത് ഒരുപാട് പണമൊന്നും വേണ്ടെന്ന് വേണം. ഉള്ളത് മതി. അവിടെ വെച്ച് നിങ്ങൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുക. ഒരു കസേര ഇട്ട് അവിടെ ഒരു പണപ്പെട്ടി വെക്കണമെന്നൊന്നുമില്ല. വീടിനകത്താണെങ്കിൽ അവിടെ പണപ്പെട്ടി വെക്കണമെന്നൊന്നുമില്ല. കാരണം ഇപ്പം നമ്മുടെ വീടിനകത്താനുള്ള സൗകര്യം കാണണമെന്നില്ല. ഇനി അവിടെ ഒരു പണപ്പെട്ടി വേണമെങ്കിൽ വെക്കാം. അത് കച്ചവട സാധനം ഒക്കെ ആണെങ്കിൽ അവിടെ ഇവിടെ ക്യാഷ് വെക്കുന്ന ഡ്രോ വെക്കുന്നതല്ല. വീടിൻ്റെ അവിടെ ആ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പണപ്പെട്ടി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ കസേര ഇരുന്ന് പണം കയ്യിൽ പിടിച്ച് എണ്ണുക, പണത്തെക്കുറിച്ച് ചിന്തിക്കുക, പണം കയ്യിൽ പിടിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഉള്ള പണം മതി, അധികം പണമൊന്നും വേണമെന്നില്ല. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് ധനപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. കസേര ഇട്ട് പടിഞ്ഞാട്ട് നോക്കിയിരുന്ന് പടിഞ്ഞാറേ ഭിത്തിക്ക് അഭിമുഖമായിട്ടിരുന്ന് ചെയ്താൽ മതി. ഇത് പലതവണ ചെയ്യണം. ഒരു തവണ ചെയ്യുന്നതുകൊണ്ട് കാര്യമല്ല. ആ ഒരു പണത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ആ ഒരു ഭാഗം ആക്റ്റീവാകും. ആ കന്നിമൂലയിൽ ഒരുപാട് രഹസ്യമുണ്ട്. അത് ഏത് റൂമിൻ്റെ ആണെങ്കിലും കന്നിമൂലയ്ക്ക് അത് രഹസ്യമുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കിക്കും. ഇനിയും ഈ കന്നിമൂലയിൽ വീടിൻ്റെ പ്രധാന ഹാളിൽ കിടപ്പുമുറി ഒഴിച്ച് ഏതോടത്ത് പ്രധാന ഹാളായിക്കോട്ടെ, കന്നിമൂലയിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ കിഴക്കോട്ട് അഭിമുഖമായ ഒരു ഗണപതിയുടെ പടം വയ്ക്കാൻ നല്ലതാണ്. ആ അത്ഭുതമാണ് കേട്ടോ. ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് ആ പടത്തിൻ്റെ മുന്നിൽ നിന്ന് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓം വിനായകായ നമ, വിനായകരെ പ്രണാമം എന്ന് പറഞ്ഞിട്ട് വിനായകരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികം ആവശ്യപ്പെടുക. നിങ്ങളുടെ ഏത് കാര്യവും പറയാം. എന്നിട്ട് പോയി കിടക്കുക. പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇനി ശുദ്ധിയോ അശുദ്ധിയോ ഒന്നുമില്ല. നിത്യേന വൈകിട്ട് ചെയ്യുക. അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ജീവിതം മാറും. എനിക്ക് ഒരുപാട് ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അത് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അതിന് ചില കാര്യങ്ങളുണ്ട്. അപ്പം ഈ കന്നിമൂലയ്ക്ക് വളരെ, ഞാൻ പറയുന്നത് മുറിക്കുള്ളിലെ കന്നിമൂല ഭാഗം കേട്ടോ, മുറിക്കുള്ളിലെ കന്നിമൂല ഭാഗം. അതായത് വീടിന് പറമ്പിലെ അല്ല, മുറിക്കുള്ളിലെ കന്നിമൂലയുടെ കാര്യമാണ്. വീടിനുള്ളിലെ കന്നിമൂലയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കിയോ. ഗണപതിയുടെ വെക്കേണ്ട എങ്ങനെയാണ്? പ്രധാന ഹാളിൻ്റെ കന്നിമൂല ഭാഗത്ത് പടിഞ്ഞാറേ ഭിത്തിയിൽ കിഴക്കോട്ട് നോക്കി ഗണപതിയുടെ ഫോട്ടോ വയ്ക്കണം. ഭയങ്കരമായ മാറ്റം ഉണ്ടാകും. ആ ഫോട്ടോയുടെ മുന്നിൽ ഗണപതി എന്നല്ല പറയേണ്ടത്, ഓം വിനായകായ നമ, വിനായകരെ എന്ന് പ്രാർത്ഥിക്കണം. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഇതിൻ്റെ സമ്പത്ത് ആവശ്യപ്പെടാം, നിങ്ങളുടെ ഏത് കാര്യം ആവശ്യപ്പെടാം. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. പോയി കിടന്നുറങ്ങിയേക്കണം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യണം. അതിന് ശുദ്ധി അശുദ്ധി ഒന്നുമല്ല കേട്ടോ. നിങ്ങൾ നിത്യേന ചെയ്യുക, വൈകിട്ട് ചെയ്യുക. അപ്പം ഈ ഗണപതി എന്ന് പറയരുത്, വിനായക എന്ന് വിളിക്കണം. അതിലാണ് എൻ്റെ രഹസ്യം ഇരിക്കുന്നത്. അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ലോകത്തിൽ തന്നെ ആരും പറഞ്ഞു തരത്തില്ല. അപ്പം വിചാരിക്കും ഇദ്ദേഹത്തിന് ഇത് പറയാൻ എങ്ങനെയാണ്. ഞാൻ ശൈവ സംബന്ധമായ കാര്യങ്ങൾ പിന്തുടരുന്ന ഒരാളാണ്. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് കിട്ടിയാണ്. ശിവയോഗം ചെയ്യുന്നുണ്ട്. ഒരുപാട് ശിവരഹസ്യങ്ങൾ പല ഗുരുക്കന്മാരിൽ നിന്നും പലരിൽ നിന്നൊക്കെ മനസ്സിലാക്കാനും ഭഗവാന്റെ നേരിട്ട് പല കാര്യങ്ങളും എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ചാണ് ഇതെല്ലാം പറയുന്നത്. പറഞ്ഞ് മനസ്സിലായല്ലോ. കൃത്യമായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഗണപതിയുടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ, അതുപോലെ നിങ്ങൾ ഈ തെക്ക് പടിഞ്ഞാറേ മൂല പ്രയോജനപ്പെടുത്തി നിങ്ങൾ അവിടെ പണസംബന്ധമായ കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും പഴയ നിങ്ങളായിരിക്കത്തില്ല, നിങ്ങൾ പുതിയൊരാളായിരിക്കും. സംശയം വേണ്ട. ഇത് ഏതൊരാൾക്കും ചെയ്തു നോക്കാവുന്ന കാര്യമാണ്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, അച്ചട്ടായ കാര്യങ്ങളാണ്. ഈ ഗണപതിയെ ഹാളിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ
പടിഞ്ഞാറെ ഭിത്തിയിൽ കിഴക്കോട്ടാക്കി വെക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. പിന്നെ ഗണപതിയുടെ മുന്നിൽ ഓം വിനായകായ നമഃ, വിനായകരെ പ്രണാമം എന്ന് പറഞ്ഞ് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക, സാമ്പത്തികം ആവശ്യപ്പെട്ടു, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അങ്ങനെ ദിവസവും ചെയ്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. പിന്നെ ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, അത് പ്രധാന ഹാളിൻ്റെയോ കിടപ്പുമുറി ഒഴിച്ച് എവിടെ വേണേലും ചെയ്യാം, കുഴപ്പമില്ല. കാരണം കിടപ്പുമുറിയിൽ നമ്മൾ അതൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കൊക്കെ അത് അങ്ങനെ ഒരു കാര്യം കിടപ്പുമുറിയിൽ വേണ്ട. ഈ കിടപ്പുമുറി ഒഴിച്ച് അല്ലെങ്കിൽ കിടപ്പുമുറി ഒഴിച്ച് നമ്മുടെ ഏത് മുറിയിലും പ്രത്യേകിച്ച് പ്രധാന ഹാളിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ആ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു കസേര ഇട്ടോ പടിഞ്ഞാട്ട് നോക്കി പടിഞ്ഞാട്ട് അഭിമുഖമായിട്ടിരുന്ന് പണസംബന്ധമായ പണം എണ്ണുക, അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് ചിന്തിക്കുക, കയ്യിൽ പണം വെച്ചു വിനായകരോട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ അത്ഭുതകരമായ സമ്പത്ത് വന്നു ചേരുമെന്നുള്ളതാണ്. ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും മാറ്റം വരുമെന്നല്ല പറയുന്നത്. ഇത് നമ്മൾ പലതവണ ആവർത്തിക്കണം, വിശ്വാസത്തോടുകൂടി ചെയ്യണം. പല പല സാമ്പത്തികത്തിനുള്ള വഴികൾ നമ്മളിലേക്ക് തുറന്നു വരും. സത്യമായ കാര്യമാണ് പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞ പല കടക്കാരും ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ട്. ഇനി ഇതൊരു അതിശയകരമായ കാര്യമാണ് കേട്ടോ, ഇത് അതിശയകരമായ കാര്യമാണ്. ഈ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അത് എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അതിശയകരമായ കാര്യമാണ് ഇത്. ലോകത്തിൽ ഒരാൾ നിങ്ങളോട് പറഞ്ഞും തരത്തില്ല. ഞാൻ പറഞ്ഞു തരുന്ന ശിവവിദ്യകൾ, ഭദ്രകാളി രഹസ്യങ്ങൾ, മുരുക രഹസ്യങ്ങൾ, ശരനൂൽ രഹസ്യങ്ങൾ, ഇത് ലോകത്തിൽ ഒരാളും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതിപ്പം അങ്ങനെയുള്ള ചില വിദ്യകളാണ്. അതുപോലെ തന്നെ ക്രിയായോഗയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പറഞ്ഞു തരാനൊന്നും പറ്റുന്ന കാര്യങ്ങൾ. ഈ നമ്മൾ ഈ പലത്തും കാണുന്നതും കേൾക്കുന്ന യോഗ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെ പ്രാണായാമം എന്നൊക്കെ പറഞ്ഞാൽ, ശരിക്കും അഗസ്ത്യരുടെ വഴി സഞ്ചരിക്കുന്നവർക്ക്, അല്ലെ ഏത് ഗുരുക്കന്മാരും ആയിക്കോട്ടെ, ഈ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പലതും ഒന്നും യാഥാർത്ഥ്യമല്ല. മനസ്സിലായില്ലേ? യാഥാർത്ഥ്യമല്ല. നമ്മൾ ശരിയായ ഒരു വഴി പിന്തുടർന്നാലേ ജീവിതത്തിൽ ശരിയായ മാറ്റം ഉണ്ടാകുകയുള്ളൂ. നമ്മൾ നമ്മുടെ ചക്രാസിനെ ശരിക്കും അറിഞ്ഞു തന്നെ ഉപാസന ചെയ്താൽ ശരിക്കും മാറ്റം ഉണ്ടാകും. ഒരു വ്യക്തിക്ക് ആത്മീയമായ ഒരു ഉണർവുണ്ടാകണമെങ്കിൽ 10 കൊല്ലം ധ്യാനവും 2 കൊല്ലം മൗനമായ ധ്യാനവും വേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അല്ലാതെ ഈ അവിടെ ഇവിടെ ഈ ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെയൊക്കെ പുറകെ പോയാൽ അത് അതുപോലെ ഇരിക്കും. സത്യമായ കാര്യങ്ങൾ എപ്പോഴും പിന്തുടരണം. അത് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഈ അനാഹതത്തിൻ്റെ രഹസ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് മൂക്കിൻ്റെ അവിടെ നിന്ന് 12 അങ്കുലം താഴെ അനാഹതം, അവിടെ ബ്രഹ്മസ്ഥാനമുണ്ട്. മൂക്കിൻ്റെ അവിടെ നിന്ന് വെളിയിലേക്ക് ഈ ശൂന്യതയിൽ 12 അങ്കുലം താഴെ ബ്രഹ്മസ്ഥാനമുണ്ട്. ഇങ്ങനെ ഒരുപാട് വിദ്യകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഓം നർപ്പവിയുടെ രഹസ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ എത്രയോ ആളുകളുടെ ജീവിതം ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നറിയാമോ? എത്രയോ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പല കാര്യങ്ങളും ചെയ്തിട്ട് കല്യാണം നടക്കുന്നില്ല. ഇനിയിപ്പോൾ ഒരു കല്യാണം നടന്നാൽ തന്നെ അത് ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇനി അതല്ല, ഒരു കല്യാണം നടന്നു, അത് ഡൈവോഴ്സായി, വേറെ കല്യാണത്തിന് വേണ്ടി ശ്രമിക്കുന്നു, പക്ഷേ അത് നടക്കുന്നില്ല, ഞാൻ നടക്കാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ശനിയാഴ്ച രാവിലെ കുളിച്ചീറനോടെ ഒരു വെള്ള വസ്ത്രം ഉടുത്ത് കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഏറ്റുമാനൂരപ്പനൊരു ശനിയാഴ്ച രാവിലെ പ്രദോഷ പൂജ നേരുക. കാര്യം നടന്നു കഴിയുമ്പോൾ പോയി ചെയ്താൽ മതി, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ്. പിന്നെ ഒരു കാര്യം, ഒരു കല്യാണം നടക്കാൻ എല്ലാവർക്കും ഭയങ്കര ധൃതിയാണ്. നടന്നു കഴിഞ്ഞ് വഴക്കും ബഹളമായിട്ടൊന്നും ഒരു ജീവിതം നശിപ്പിക്കരുത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടി നല്ല ഒരു കോപ്പറേറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണം. അത് ഇവിടെ ശ്രദ്ധിച്ചോണം. നടന്നു കഴിയുമ്പോൾ പിന്നെ പലരും അവരവരുടെയൊക്കെ ഇഷ്ടമായ രീതിയിലാണ് ദുശാഠ്യവും വാശിയും അങ്ങനെ ജീവിതം നശിപ്പിക്കുന്നവരുണ്ട്. അത് പാടില്ല. ഇനിയും നിങ്ങൾക്ക് ഒരു വലിയ ബിസിനസ് സാമ്പത്തിക തകർച്ചയുണ്ടായി, നിങ്ങൾക്ക് അത് രക്ഷപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഏറ്റുമാനൂരപ്പന് പ്രദോഷത്തിൻ്റെ അന്ന് വൈകുന്നപാട് നെയ്യ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നെയ്യ് കൊടുക്കുക. അത് ഞാൻ പറയത്തില്ല, നിങ്ങളുടെ ഇഷ്ടമോ. നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സാമ്പത്തികം അതുപോലെ വന്നു ചേരും. അളവറ്റ സാമ്പത്തികം വന്നു ചേരും. ഏറ്റുമാനൂരപ്പന് പ്രദോഷത്തിൻ്റെ അന്ന് വൈകുന്നപാട് നെയ്യ് സമർപ്പിച്ചാൽ ആശ്ചര്യമായ കാര്യമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്ന വലിയ ബിസിനസ്സുകാരും അവരൊക്കെ ഉണ്ട്, പലരും ഉണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. അനുഭവമാണ് പറഞ്ഞു തരുന്നത്. വിശ്വാസത്തോടെ ചെയ്താൽ. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കൊരു കേസ്, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്, നിങ്ങൾക്കത് അനുകൂലമായിട്ട് വരണം, അല്ലെ നിങ്ങളുടെ ഒരു പ്രൊമോഷൻ്റെ ഒരു പേപ്പർ അത് മൂവ് ചെയ്യുന്നില്ല,
അല്ലെ നിങ്ങളുടെ ഒരു ജോലി സംബന്ധമായ ഡോക്യുമെൻ്റ് സംബന്ധമായ അല്ലെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നില്ല, ഡോക്യുമെൻ്റ്, നിയമം, കേസ് ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏറ്റുമാനൂരപ്പന് ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് നേർന്നു നോക്കുക, നിങ്ങളുടെ കാര്യത്തിൽ മാറ്റം വരും. അത് ചെയ്തവർക്കൊക്കെ ഗുണമുണ്ടായിട്ടുണ്ട്. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിംഗപ്പൂർ ഗവൺമെൻറ്റുമായിട്ട് ഒരു വ്യക്തി, നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഒരാൾ കേസുണ്ടായിരുന്നു. അവിടെ എന്നോട് ഒരിക്കൽ വാട്സപ്പിലാണ് ചോദിക്കുന്നത്, അവർ നാട്ടിൽ വന്നു ഒരുപാട് അടുത്ത് പോയി പല കാര്യങ്ങളും ചെയ്തിട്ടും മാറ്റമൊന്നും വരാഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റും, പക്ഷേ അത് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്ക് ഫലമാകും, ഇല്ലേ ഫലമാകത്തില്ല. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, നിങ്ങൾ ചെയ്യുന്ന പോലെ ഇരിക്കും, വഴി പറഞ്ഞു തരാൻ പറ്റും. അവിടുത്തെ ഞാൻ ഏറ്റുമാനൂരപ്പൻ്റെ ഈ പറയാൻ പോകുന്നൊരു കാര്യം പറഞ്ഞു കൊടുത്തു. അവരത് ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ അവരുടെ ആ കേസ് സംബന്ധമായ കാര്യങ്ങളിൽ ഒക്കെ അനുകൂലമായിട്ടൊരു കാര്യങ്ങൾ വന്നു. അതിൻ്റെ ഒരു പേപ്പർ എനിക്കും സന്തോഷത്തിന്, ചുമ്മാ ഒരു കാര്യം പറയുന്നതിനെക്കാട്ടും എനിക്കൊരു പേപ്പറോട് അതിൻ്റെ അയച്ചു തന്നായിരുന്നു വാട്സപ്പ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. കേസ്, വഴക്ക്, ഡോക്യുമെൻറ്റേഷൻ, ഈ ഡോക്യുമെൻറ്റുകൾ സംബന്ധമായി പേപ്പർ സംബന്ധമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ്. വിശ്വാസത്തോടെ ചെയ്യണം, അല്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഭഗവാനെ മനസ്സ് ചൊല്ലണം. ഒരു ശനിയാഴ്ച രാവിലെ കുളിച്ചീറനോടെ വെള്ള വസ്ത്രം കൊടുത്ത് കുളിമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു ഏറ്റുമാനൂരപ്പന് ഒരു കുടം എണ്ണ കെടാവിളക്ക് ഒഴിച്ചേക്കാം. ഈ നിങ്ങളുടെ കാര്യം പറയുക, നടന്നു കഴിയുമ്പോൾ പോയി ചെയ്താൽ മതി. ഒരു കുടമെന്നേ പറയാവുള്ളൂ. നമ്മളവിടെ ചെല്ലുമ്പോൾ കെടാവിളക്ക് ഈ പാത്രം വെച്ചേക്കാം, പാത്രത്തിനകത്ത് ഒഴിച്ചാൽ മതി. ഇത് എന്താണെങ്കിലും നേർന്നു കഴിഞ്ഞാൽ ഉടനെ തല തോർത്തുക, വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മളൊരു കാര്യം നേർന്നു കഴിഞ്ഞ് പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിച്ചാൽ അത് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. നേർന്നു കഴിഞ്ഞാൽ ഉടനെ പിന്നെ അത് ചിന്തിക്കരുത്, അതാണ് വിശ്വാസം. അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇത് വിശ്വാസത്തോടെ ചെയ്തവരൊക്കെ ഒരുപാട് ഡോക്യുമെൻ്റ് സംബന്ധമായ, കേസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനെ പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം. അതിനുവേണ്ടി ഒരു പ്രയത്നിക്കേണ്ട സാഹചര്യങ്ങളാണ്, പ്രയത്നിക്കുകയും കൂടെ ചെയ്യണം. ഇത് നമുക്ക് അനുകൂലമാകാൻ വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ആവശ്യമുള്ളവർ ചെയ്യുക, വിശ്വാസത്തോടെ ചെയ്യുക. നിങ്ങളുടെ വിശ്വാസം പോലെ ഇരിക്കും. ഭഗവാനെ നിങ്ങൾ എത്ര ആഴത്തിൽ വിളിക്കുന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. മനസ്സിൽ സംശയം അല്ലെങ്കിൽ മനസ്സിലൊരു ശങ്ക ഒക്കെ വന്നാൽ ഒരു കാര്യമില്ല, വെറുതെ വിളിക്കുക എന്നുള്ളൂ. ഭഗവാനെ മനസ്സുകൊണ്ട് കരഞ്ഞ് ഭഗവാനെ മനസ്സ് ചെല്ലണം. ഇനി ഒരു പ്രാവശ്യം നേരുമ്പോൾ ശരിയായില്ല, മനസ്സിന് തൃപ്തി വന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത ശനിയാഴ്ച കൂടെ നേർന്നേക്കണം. അതിന് കുഴപ്പമൊന്നുമില്ല. മനസ്സിനൊരു തൃപ്തി വേണം. നമ്മുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം. മനസ്സുകൊണ്ട് കരഞ്ഞ് വേണം നേരം. മനസ്സിലായില്ലേ? ഒരു മനസ്സ് ഭഗവാനിൽ ചെല്ലണം, അതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു നല്ല കാര്യമാണ്. ഇനി നമ്മൾ കിടക്കപ്പായ ഇരുന്നുകൊണ്ട് നിങ്ങൾക്കറിയാം ചെല്ലേണ്ട മന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞു. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാൽ. ഈ വിഷ്ണു ഗായത്രിക്ക് അത്ഭുത ശക്തി ഉണ്ടെന്നറിയുക. ഇത് അറിയാത്തവരറിയുക. ഈ വിഷ്ണു ഗായത്രിക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട്. എന്ത് ശക്തിയാണ്? ധനം നൽകാൻ, സമ്പത്ത് നൽകാൻ, ജീവിതത്തിൽ ഐക്യമുണ്ടാകാൻ, ഏത് കാര്യവും നെഗറ്റീവിനെ പോസിറ്റീവാക്കാൻ, എല്ലാം നമുക്ക് അനുകൂലമാക്കാൻ ഇത് ചെല്ലുന്നിടത്ത് നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഞാൻ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നോക്കിക്കൊടുക്കുന്നവർക്കൊക്കെ ഞാൻ ഈ വിഷ്ണു ഗായത്രിയും പറഞ്ഞു കൊടുക്കാറുണ്ട്, ആവശ്യമുള്ളവർക്ക്. അതവർക്കൊക്കെ അറിയാം, എത്രയോ വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണ്. ഈ വിഷ്ണു ഗായത്രി നിങ്ങൾ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ജപിക്കണം. കിടക്കപ്പായി ഇരുന്നുകൊണ്ട് തന്നെ വടക്കോട്ട് നോക്കിയിരുന്ന് ജപിക്കണം. 3 തവണ വീതം ജപിക്കണം. 3 എന്നുള്ള സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. 3 തവണ ജപിക്കണം. കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ജപിക്കുക, വടക്കോട്ടിരുന്ന് 3 തവണ ജപിക്കുക. നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ജപിച്ചാൽ മതി. അല്ല ചെല്ലുന്നതിൻ്റെ ഇടയ്ക്കോ ജപിക്കാം, എങ്ങനെ വേണമെങ്കിലും ജപിക്കാം, കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞ് വിഷ്ണു ഗായത്രി ജപിക്കണം. അത് കഴിഞ്ഞ് ഓം നർപ്പവി 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 എന്ന് 3 തവണ പറയണം. ഇത് അത്ഭുത മന്ത്രമാണ്, സിദ്ധ മന്ത്രമാണ്. കാകാപിശുണ്ടെന്ന് പറഞ്ഞാൽ സിദ്ധൻ്റെ മന്ത്രമാണ്. ഈ നർപ്പവി എന്ന് വെച്ചാൽ അർത്ഥം നല്ലത് വരട്ടെ എന്നാണ്. ഓം നർപ്പവി 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 എന്ന് പറഞ്ഞാൽ വാഗുണ്ടാണ് പറയേണ്ടത് ഇതെല്ലാം കേട്ടോ. പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ എന്ത് കാര്യമാണോ ചിന്തിച്ച് പറയുന്നത് അതെല്ലാം നല്ലതായിട്ട് വരും. വിശ്വാസത്തോടെ പറഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ പറയാം. ഇനിയും വിഷ്ണു ഗായത്രി ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയ. ഈ വിഷ്ണു ഗായത്രി കർപ്പൂരത്തെ തൊട്ട് 3 തവണ ജപിക്കുക. വിളക്ക് തെളിയിക്കുന്ന വിളക്കെ തൊട്ട് 3 തവണ ജപിക്കുക. കുളിമുറയ്ക്ക് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് 3 തവണ ജപിക്കുക. അങ്ങനെ ഒരു ദിവസം പലതവണ ജപിക്കുക. വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും. അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രം. ആ വീട്ടിൽ കലഹങ്ങൾ മാറും, എല്ലാവരും ഐക്യമാകും.
അച്ഛനും അമ്മയും പറയുന്ന മക്കൾ കേൾക്കും, മക്കൾ പറയുന്ന അച്ഛനും അമ്മയും കേൾക്കും. ആരും ഒരു മോശമായ രീതിയിൽ പോകത്തില്ല. എന്ന് സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും ഐക്യവും ഉണ്ടായി വരും. ആ വീട്ടിൽ മോശമായ കാര്യങ്ങൾ നടക്കത്തില്ല. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ? ഒരുപാട് കുടുംബങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇനിയും പ്രയോജനം ചെയ്യട്ടെ എന്ന് കരുതി പറഞ്ഞു തരുന്നത്. അപ്പോൾ വിഷ്ണു ഗായത്രിയുടെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഗായത്രി മന്ത്രത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് ദേവൻ, ഇപ്പോൾ ഓം നമോ നാരായണായ ജപിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഓം നമോ നാരായണായ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ് വിഷ്ണു ഗായത്രി ജപിച്ചാൽ ഭയങ്കര ഫലമാണ്. കാരണം മൂലമന്ത്രം ജപിക്കുമ്പോൾ ആ ശക്തിയുമായി നമ്മുടെ ഉള്ളിലെ ബോധം കണക്റ്റ് ആവും. ആ ശക്തിയിൽ നിന്ന് പൂർണ്ണമായും നമ്മളിലേക്ക് അനുഗ്രഹം വരണമെങ്കിൽ ഗായത്രിയും കൂടെ ജപിക്കണം ആ ദേവതയുടെ. ഇത് രഹസ്യവിദ്യയാണെന്ന് അറിഞ്ഞോളുക. നമ്മൾ ഏത് ദേവതയെ വിളിച്ചാലും ആ ദേവതയുടെ മൂലമന്ത്രം ജപിക്കുന്നതോടൊപ്പം ഗായത്രിയും കൂടെ ജപിക്കുമ്പോഴാണ് നമുക്ക് ആ ദേവതയുടെ പൂർണ്ണമായ വലിയ അനുഗ്രഹം ഉണ്ടാകുന്നത്. ഓം നമോ നാരായണായ എന്ന് ജപിക്കാവുള്ളൂ. ഓം നമോ നാരായണായ നമ എന്ന് ജപിക്കരുത്. ഞാൻ പലയിടത്തും കേൾക്കാറുണ്ട് പലരും നാരായണായ ഓം നമോ നാരായണായ നമ എന്ന് ജപിക്കുന്നത്. അത് അങ്ങനെ പാടില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജപിക്കാം, ഭക്തിയോടെ ജപിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എങ്കിലും ഒരു കാര്യം കണക്കൊത്ത് ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. എല്ലാത്തിനും ഒരു കണക്കുണ്ട്. എല്ലാ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുന്നു, എൻ്റെ സംസാരത്തിൻ്റെ ട്യൂണിനൊരു കണക്കുണ്ട്. ഒരു നീട്ടിക്കുറുക്ക് അല്ലെ ചില സ്ഥലങ്ങളിൽ നിർത്തുക, എല്ലാത്തിനും ഒരു പ്രപഞ്ചത്തിൽ ഒരു താളമുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു മന്ത്രത്തിനും ഒരു കണക്കുണ്ട്. ആ കണക്ക് ജപിച്ചാലാണ് അത് ശരിക്കും ഫലം ഉണ്ടാകുന്നത്. ഓം ന മോ ന ര യ ന യ എത്ര അക്ഷരം വന്നു? 8 അക്ഷരം വന്നു. അതാണ് കണക്ക്. അതിൽ ഓംകാരം ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്, ഉണ്ട്. ഓംകാരം ചേർത്താണ് ജപിക്കുന്നത്, സെപ്പറേറ്റായിട്ട് ചേർക്കണ്ട. ഓംകാരം എന്ന് വെച്ചാൽ ആ പരബ്രഹ്മം, അത് ഓൾറെഡി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ ഓം നമോ നാരായണായ മഹത്തായ ഒരു മന്ത്രമാണ്. ഈ മന്ത്രം ആരെ ചിന്തിച്ച് രാവിലെ ചീറനോടെ വസ്ത്രമെടുത്ത് കുളിമുറയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടനെഞ്ചി തൊട്ട് ആരെ ചിന്തിച്ച് പാദം മുതൽ ശിരസ് വരെ മനസ്സിൽ കണ്ടുകൊണ്ട് ജപിക്കുന്നവോ ആ വ്യക്തി നമുക്ക് അനുകൂലമായിട്ട് വരും. ആ വ്യക്തിക്ക് ഉയർച്ചയുണ്ടാകും, സ്വഭാവം നന്നാകും. ചെയ്തു നോക്കിക്കും, ചെയ്തവർക്കൊക്കെ മാറ്റമുണ്ട്. വിശ്വാസം ഒരു തവണയല്ല, ദിവസവും ചെയ്യണം. രാവിലെ ചീറനോടെ വസ്ത്രമെടുത്ത് കുളിമുറയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടനെഞ്ചി തൊട്ട് വാഗൊണ്ട് കണ്ണ് തുറന്നുകൊണ്ട് ഏത് വ്യക്തിയാണോ നമുക്ക് അനുകൂലമാകേണ്ടത്, ഏത് വ്യക്തിയിലാണോ സ്വഭാവം നന്നാവേണ്ടത്, ഏത് വ്യക്തിക്കാണോ എല്ലാ തടസ്സങ്ങളും മാറേണ്ടത്, ആ വ്യക്തിയെ പാദം മുതൽ ശിരസ് വരെ മനസ്സിൽ കണ്ടുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് 3 തവണ ജപിക്കുക വാഗുണ്ട്. നിത്യേന ചെയ്തു പോന്നാൽ ആ വ്യക്തിയുടെ സ്വഭാവം നന്നാകും, നമുക്ക് അനുകൂലമാകും, നമ്മളുമായിട്ട് ഐക്യമാകും. ആ വ്യക്തിക്ക് വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ആ വ്യക്തിയെ ഗ്രഹദോഷങ്ങൾ ബാധിക്കത്തുമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ അറിയുക ഓം നമോ നാരായണയുടെ രഹസ്യം. ഇതാണ് അറിയേണ്ടത്, ഇതാണ് വിദ്യ. ഇത് ലോകത്തിൽ ആരും നിങ്ങളോട് പറഞ്ഞു തരത്തില്ല. ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടനെഞ്ചി തൊട്ട് ചീറനോടെ വസ്ത്രം കൊടുത്ത് കിഴക്കോട് തിരിഞ്ഞ് ഇങ്ങനെ ജപിക്കണം. കണ്ണ് തുറന്ന് തന്നെ വാഗൊണ്ട് ജപിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ചെയ്തവർക്ക് അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട്. നിത്യം ചെയ്യുക. അല്ലെങ്കിൽ നിത്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെ തിങ്കൾ, ശനി, ഞായർ, വ്യാഴം ഈ ദിവസങ്ങളിലെങ്കിലും ആവർത്തിക്കണം. നിത്യം ചെയ്താൽ നല്ലതാണ്. ഇത് പെട്ടെന്ന് തല തോർത്തണം. ഈറനോടെ ഇത് ചെയ്തിട്ട് തല തോർത്തിട്ട് പെട്ടെന്ന് വലതുകാല് വെച്ച് ഇറങ്ങാം. കുളിമുറി കക്കൂസയൊക്കെ കയറുമ്പോൾ എപ്പോഴും ഇടതുകാല് വെച്ച് കയറണം, ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ അവിടുത്തെ നെഗറ്റീവ് ബാധിക്കാതിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. നമുക്ക് കുളിമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കാം, പക്ഷേ കുളിമുറി ഇടതുകാല് വെച്ച് കയറിയിട്ട് വേണം അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ. അവിടുത്തെ നെഗറ്റീവ് ബാധിക്കത്തില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? വലതുകാല് വെച്ച് ഇറങ്ങണം. എന്തിനേറെ കക്കൂസിൽ നിന്ന് പ്രാർത്ഥിച്ച കാര്യം നടന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കക്കൂസും എല്ലാം കൂടെ ഇതായിട്ടാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം നേർന്നു. അന്ന് ഉച്ചയായപ്പോൾ എനിക്ക് ആ കാര്യം നടന്നു കിട്ടി. അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി അവനെ വഴിപാടും ചെയ്തു. അത് ചെയ്യേണ്ട രീതി എന്തും ചെയ്താൽ ഫലമാണ്. ഇടതുകാല് വെച്ച് നമ്മൾ ഏത് നെഗറ്റീവുള്ള സ്ഥലത്തോട്ടും കയറിയാൽ നെഗറ്റീവ് ബാധിക്കത്തില്ല. വലതുകാല് വെച്ച് ഇറങ്ങണം. നിങ്ങൾ കക്കൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കുളിമുറി എന്ന് ചെയ്താൽ ഫലമാണ്. ഇടതുകാല് വെച്ച് കയറണം, വലതുകാല് വെച്ച് ഇറങ്ങണം. ഓരോന്നിനും ഓരോ രീതിയുണ്ട്. ആ രീതി ചെയ്താൽ മതി. അതാണ് അറിയേണ്ടത്. അല്ലാതെ ഈ ഒന്നും അറിയാതെ ഒന്നും മൊത്തവും അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്ന അബദ്ധമാണ്. ഓരോന്നും ഓരോ രീതിയുണ്ട്. ആ രീതി ചെയ്താൽ എല്ലാം ഫലമാണ്.
ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. പുരുഷന്മാരുടെ വലത് കൈ കൊണ്ടും ചിന്തിക്കുക, സ്ത്രീകളുടെ ഇടത് കൈ കൊണ്ടും ചിന്തിക്കുക. ഇതുണ്ടല്ലോ, ഇത് ആയുർരേഖയാണ്. കണ്ടല്ലോ ആയുർരേഖ. ഞാൻ ഈ സ്കെച്ച് പെൻ കൊണ്ട് വരച്ചിരിക്കുക. ഇത് ആയുർരേഖ, എല്ലാവർക്കും അറിയാമല്ലോ. ഈ ആയുർരേഖയെന്ന് കണ്ടോ, ഒരു ശാഖ ഇങ്ങനെ ഈ ആയുർരേഖയ്ക്ക് ഉള്ളിൽ കാണുന്നതിൻ്റെ ഈ ഭാഗം ശുക്രമണ്ഡലം മുഴുവൻ. അതായത് ഈ വളഞ്ഞു കാണുന്ന ഈ കറുത്ത ഇത് വരച്ചിരിക്കുന്ന ഈ രേഖയ്ക്കുള്ളിൽ മുഴുവൻ കാണുന്ന ഭാഗം ശുക്രമണ്ഡലം എന്ന് പറയും. ഇത് മൊത്തം ശുക്രമണ്ഡലമാണ്. അപ്പം ഈ ആയുർരേഖയിൽ നിന്ന് ഒരു ശാഖ ശുക്രമണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട്. ആ വ്യക്തിയുടെ ദാമ്പത്തിക ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പണ്ട് ഞാനൊരു വലിയൊരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോട് ഇതുപോലെ ഞാനിത് കൈരേഖ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പം പുള്ളി എന്നോടൊന്നും പെണ്ണില്ല. വൈകിട്ട് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, താൻ പറഞ്ഞ ശരിയാണ്, ഞങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിലും രണ്ടായിട്ട് പോലെ ഭാര്യയും ഭർത്താവും താമസിക്കുന്നത്. അപ്പോൾ എത്രയോ അനുഭവങ്ങളുണ്ടെന്നറിയുമോ. എന്നുവെച്ച് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. ചിലപ്പോൾ ദൈവാധീനം കൊണ്ട്, ജനിച്ച സമയത്തെ ഗ്രഹനിലയിലെ മാറ്റങ്ങൾ കൊണ്ട്, നിങ്ങൾ ചെയ്ത പ്രവൃത്തിയിലെ നന്മ കൊണ്ട്, ഇതിലൊക്കെ മാറ്റം വരാം. ഈശ്വരാധീനമുണ്ട് എല്ലാം മാറ്റം വരാം. പക്ഷേ ഇതൊരു ചെറിയ സാധ്യതയാണ്. അതായത് കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. നമ്മൾ ഈശ്വരാധീനത്തിലുള്ള കാര്യം ചെയ്താൽ അതങ്ങ് മാറിക്കോളും. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ അതും മാറിക്കോളും. അല്ലാതെ നിർബന്ധമൊന്നുമില്ല അങ്ങനെ ആകണമെന്ന്. എല്ലാവർക്കും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. അവരവർ ജനിച്ച സമയവും നക്ഷത്രവും ഗ്രഹനിലയും ഒക്കെ വെച്ച് വ്യത്യാസം വരും. ഇത് പൊതുവായിട്ട് പറയുന്നതാണ്. അപ്പോൾ അത് നമ്മളൊന്നും ഇങ്ങനെ ഒരു രേഖ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ കുടുംബപരമായ ആ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുക, ഭാര്യ ഭർത്തൃ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള ആ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ എപ്പോഴും പല പ്രതിസന്ധികളും ക്ലേശങ്ങളും ഉണ്ടായിരിക്കുക. നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ വീട്ടിൽ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല, പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഉള്ള പരിഹാരം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇനിയും ഇത് കണ്ടോ, ഈ രേഖയിൽ തന്നെ ഇങ്ങനൊരു രേഖയും കൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ, കണ്ടല്ലോ, ഇങ്ങനൊരു രേഖയും കൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ മനസ്സിലായല്ലോ. ഈ രേഖയിൽ ഇങ്ങനൊരു രേഖ കൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ കുടുംബപരമായി വലിയ സാമ്പത്തിക പ്രശ്നങ്ങളെ, ലോൺസ്, ലയബിലിറ്റീസ്, കടങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, മക്കളുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു നേരിയ സാധ്യത, നിർബന്ധമില്ല. ഇതെല്ലാം ഒരു പൊതുവായിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ കൂടി ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച ശിവക്ഷേത്രത്തിൽ ഇപ്പം ഏത് വ്യക്തിക്കാണോ ഇതുള്ളത് ആ വ്യക്തിയുടെ പേര് ജലധാര മൃത്യുഞ്ജയാർച്ചന. പിന്നെ ഇപ്പം ഇത് ഭാര്യയുടെ കയ്യിലുള്ളെങ്കിൽ ഭാര്യയുടെ പേരിൽ ജലധാര മൃത്യുഞ്ജയാർച്ചന കൂളത്തിലർച്ചന. ഇനി ഭർത്താവിൻ്റെ കയ്യിലുള്ളെങ്കിൽ ഭർത്താവിൻ്റെ പേരിൽ ജലധാര മൃത്യുഞ്ജയാർച്ചന കൂളത്തിലർച്ചന. എന്നിട്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേര് ഐക്യമത്യാർച്ചന. ഇങ്ങനെ ചെയ്താൽ മതി. വെള്ളിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ഒരു കുഴപ്പമില്ല. ആ കുടുംബം ഏറ്റവും നല്ലതായിട്ട് പോകും. പിന്നെ ഇപ്പം ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെയുള്ളത്, അപ്പം ഭാര്യ എന്നാ എടുക്കണം, രാവിലെ കുളിച്ചീറനോടെ വസ്ത്രം കൊടുത്ത് കുളിമുറയെന്ന് കിഴക്കോട് തിരിഞ്ഞു നിന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് അടുത്ത കൈ ഇടതഞ്ചിട്ടോട്ട് ഭർത്താവിനെ ചിന്തിച്ച് ഓം നമോ നാരായണായ എന്ന് പാദം മുതൽ ശിരസ് വരെ ചിന്തിച്ച് 3 തവണ വാവുകൊണ്ട് ജപിക്കുക. ഇത് വേണം നിത്യം ചെയ്യാം. അല്ലെ തിങ്കൾ, ശനി, വ്യാഴം, ഞായർ ഈ ദിവസങ്ങളിൽ ചെയ്താലും മതി. ഭർത്താവുമായിട്ട് ഐക്യം ഉണ്ടാകും. ഏറ്റവും നല്ലതായിട്ട് കുടുംബം മുന്നോട്ട് പോകും. ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അങ്ങനെയും നമ്മൾ മനസ്സിലാക്കുന്നതോടും ഗുണമുണ്ടാവും. അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ ഞാൻ ഇപ്പം ഈ അത്രയൊക്കെ ആണ് എന്തും ആയിക്കോട്ടെ, നമുക്ക് ചില കാര്യങ്ങൾ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. കാരണം ഞാൻ ഈ ദിവസം മുഴുവൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അസ്ത്രയ ആയിക്കോട്ടെ, ഗ്രഹനില ആയിക്കോട്ടെ, എനിക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ധ്യാനം, പ്രാണായാമം, അങ്ങനെയുള്ള ശിവവിദ്യ. എനിക്ക് ചില കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്ന അനുഭവത്തിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഒരു കുടുംബം ഏറ്റവും ഐക്യമായിട്ട് മുന്നോട്ട് പോകും. ഒരു കുഴപ്പമില്ല. അതിനു വേണ്ടിയാണ് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ വഴക്ക് പിടിച്ച് ഭർത്താവ് ഒരു വഴി, ഭാര്യ ഒരു വഴി, പിന്നെ ഭർത്താവ് വെള്ളം അടിച്ച് വീട്ടിൽ വഴക്കായി, പിന്നെ ഭർത്താവ് വെള്ളം അടിച്ച് വീട് നശിക്കുക, ഇതൊന്നും ഉണ്ടാകാതിരിക്കാനായി പറഞ്ഞിരുന്നത്. അല്ലെ ഭാര്യ ഡൈവേഴ്സായി പോവുക, ഇതിനൊന്നും ആവശ്യമില്ല. നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഈശ്വരാധീനത്തിൽ ചില കാര്യങ്ങൾ ചെയ്താൽ ആ കുടുംബം ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ഇത് പറഞ്ഞിരുന്നു കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ പൊതുവായിട്ട് പറയുന്ന ഫലങ്ങളാണ്. ജനിച്ച സമയവും നക്ഷത്രവും ഒക്കെ അനുസരിച്ച് ഇത് മാറ്റം വരും. എങ്കിലും
ശ്രദ്ധിക്കുന്നതുകൊണ്ട് വഴിപാട് ചെയ്യുന്നതുകൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം ശിവോഹം ശിവ ശിവ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.